ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് അബ്രാദ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അക്സർ ഭായി മേരി വജह से हारते फिर भी वे मुझसे कभी कुछ नहीं कहते थे क्यों? മിക്കവാറും ചേട്ടൻ തോൽക്കാറുള്ളത് ഞാൻ കാരണമാണ്, എന്നാലും അദ്ദേഹം എന്നോട് ഒന്നും പറയാറില്ല, അതായത് ദേഷ്യപ്പെടാറില്ല. എന്തുകൊണ്ട്? भाई लेखक से 6 वर्ष बड़े थे. गांव के सभी लड़के भी उनसे 6 वर्ष बड़े थे. कमजोर और छोटा होने के कारण लेखक को कोई भी अपनी पाली में शामिल नहीं करता था. ചേട്ടൻ ലേഖകനേക്കാൾ 6 വയസ്സിന് മുതിർന്നതാണ്. ഗ്രാമത്തിലെ മറ്റ് ബോയ്സും ലേഖകനേക്കാൾ 6 വയസ്സിന് മുതിർന്നതാണ്. വീക്ക് ആയതുകൊണ്ടും അതുപോലെ തന്നെ ചെറിയ കുട്ടിയായതുകൊണ്ടും ലേഖകനെ ആരും തന്നെ തങ്ങളുടെ പാലി ഗ്രൂപ്പില് ഇൻക്ലൂഡ് ചെയ്യാറില്ല. शामिल करना इंक्लूड ചെയ്യുക. लेखक अकेला न छूट जाए इसलिए भाई हमेशा उन्हें अपनी पाली में शामिल करते और इसकी वजह से कभी कभी हार भी जाते. അപ്പോൾ ലേഖകൻ ഒറ്റയ്ക്കാവരുത് എന്ന് കരുതിയിട്ട് ഭായി എപ്പോഴും ലേഖകനെ തൻ്റെ ടീമിൽ ഉൾപ്പെടുത്താറുണ്ട്. അത് കാരണം പലപ്പോഴും ഗെയിമിൽ തോറ്റിട്ടുമുണ്ട്. परंतु भाई का व्यवहार लेखक के प्रति एक संरक्षक की तरह थी. എന്നാൽ ഭായിയുടെ പെരുമാറ്റം, ലേഖകനെ പ്രതിയുള്ള പെരുമാറ്റം ഒരു സംരക്ഷകനെ പോലെയായിരുന്നു. भाई के लिए लेखक का संरक्षण करना एक उत्तरदायित्व की तरह था, इसलिए उन्होंने कभी भी लेखक को नहीं डांटा. ഭായിയെ സംബന്ധിച്ചിടത്തോളം ലേഖകനെ സംരക്ഷിക്കുക എന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും അദ്ദേഹം ലേഖകനെ വഴക്കു പറഞ്ഞിട്ടില്ല. बड़े भाई के प्रति छोटे भाई के मन में प्रतिकार की भावना क्यों उत्पन्न हुई? ജ്യേഷ്ഠനെ പ്രതി അനുജന്റെ മനസ്സിൽ പ്രതികാരഭാവം ഉണ്ടായത് എന്തുകൊണ്ടാണ്? एक दिन सभी लड़के मिलकर खड़ब्बल खेल रहे थे. यह एक ऐसा खेल था जिसमें कोई जोड़ीदार या पाली नहीं होती. ഒരു ദിവസം ഗ്രാമത്തിലെ എല്ലാ ബോയ്സും കൂടിയിട്ട് ഖഡബ്ബൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഗെയിമിൽ ഒരു പാർട്ട്ണറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പോ ഇല്ല. ഖുദ് കെ ദം പർ ഖേൽക്കർ ജീത്നാ ഹോത്താ ഹെ. സ്വന്തം കഴിവിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോരുത്തരും ജയിക്കുന്നത്. कमजोर होने के कारण छोटे भाई को इसमें भाग लेने का मौका नहीं मिला. वह अकेला छूट गया था. വളരെ വീക്കായതുകൊണ്ട് തന്നെ ഈ ലേഖകന് ഈ ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് കഴിഞ്ഞില്ല. അദ്ദേഹം ഒറ്റയ്ക്കായി. बड़े भाई खेल में इतना व्यस्त हो गए थे कि वह छोटे भाई के बारे में पूरी तरह भूल चुके थे. എന്നാൽ ചേട്ടനാണെങ്കിൽ ഈ ഗെയിമിൽ ഫുള്ളായിട്ട് മുഴുകിപ്പോയി. അതുകൊണ്ട് തന്നെ അനിയന്റെ കാര്യം മറന്നുപോയി. इसलिए छोटे भाई के मन में बड़े भाई के प्रति प्रतिकार की भावना उत्पन्न हुई. അതുകൊണ്ടാണ് അനുജന്റെ മനസ്സിൽ ജ്യേഷ്ഠനെ പ്രതി പ്രതികാരഭാവം ഉണ്ടായത്. छोटे भाई ने अपने अपराध के लिए क्षमा मांगनी चाही लेकिन असफल रहा क्यों? അനുജൻ താൻ ചെയ്ത അപരാധത്തിനു വേണ്ടി ക്ഷമ ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ അത് സഫലമായില്ല. എന്തുകൊണ്ട്? ചേട്ടനോട് ചെയ്ത ഈ തെറ്റിൽ അനുജന് എന്നും കുറ്റബോധം ഉണ്ടായിരുന്നു. ഈ തെറ്റിനു വേണ്ടി ക്ഷമ യാചിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. बड़े भाई तो बचपन की वह घटना पूरी तरह भूल चुके हैं, इसलिए बड़े भाई से अपने अपराध के लिए क्षमा मांगने की इच्छा असफल हो गई. അതുപോലെ തന്നെ ജ്യേഷ്ഠൻ ഈ കുട്ടിക്കാലത്ത് ഈ സംഭവം കംപ്ലീറ്റ് ആയിട്ട് മറന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് ക്ഷമ ചോദിക്കുക എന്നുള്ള കാര്യവും അസഫലമായി തീർന്നു. छोटे भाई के प्रति बड़े भाई का लगाव सूचित करने वाले वाक्य चुने. അനുജനെ പ്രതി ജ്യേഷ്ഠന്റെ എഫെക്ഷൻ, ലഗാവ് എന്ന് വെച്ചാൽ എഫെക്ഷൻ, അത് വാത്സല്യമൊക്കെ കാണിക്കുന്ന സൂചിപ്പിക്കുന്ന സെന്റൻസസ് ചൂസ് ചെയ്തെഴുതാനാണ് പറയുന്നത്. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്. खेल में अकेला होने पर भाई आकर मेरी मदद करता है. जोड़ी और पाली वाले कई खेलों में वे मुझे अपनी पाली में शामिल कर लेते थे. मैं उनकी जिम्मेदारी था और वह उसे निभाना चाहते थे. मेरे प्रति उनका रुख एक संरक्षक की जिम्मेदारी जैसा था. अक्सर भाई मेरी वजह से ही हारते, फिर भी वे मुझसे कभी कुछ नहीं कहते थे. उन्होंने कभी मुझे नहीं मारा. मैं चीखा तो भाई मेरी ओर दौड़े.
भाई घबरा गए थे और मेरे माथे को अपनी हथेली से दबा रहे थे. നിമ്നലിഖിത് ചരിത്രഗത് വിശേഷതാओं ആധാർ पर താലിക ഭരെ. താഴെ തന്നിട്ടുള്ള ക്യാരക്ടേഴ്സ് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് ക്ലാസിഫൈ ചെയ്ത് എഴുതുക. ബഡാ ഭായി ദോസ്താന സഹാനുഭൂതി വാല, ഛോട്ടാ ഭായി പശ്ചാത്താപഗ്രസ്ത ഈർഷ്യാലു ഝൂട്ട. ദോസ്താന എന്ന് വെച്ചാൽ പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആള്, സഹാനുഭൂതി വാല സഹാനുഭൂതി കാണിക്കുന്ന ആള്, പശ്ചാത്താപഗ്രസ്ത് എന്ന് വെച്ചാൽ പശ്ചാത്തപിക്കുന്ന, ഈർഷ്യാലു ജലസ് അസൂയ ഉള്ള, झूठा लायर नुनयन. वे मुझसे प्यार करते थे और मेरे प्रति उनका रुख एक संरक्षक की जिम्मेदारी जैसा था. अपराध कहानी के आधार पर बड़े भाई की चरित्रगत विशेषताओं को विस्तार दे. തന്നിട്ടുള്ള സെന്റൻസസിനെ അതുപോലെ തന്നെ അബ്രാദ് സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ബഡേ ബായിയുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറയുന്നത്. अपराध कहानी के दो मुख्य पात्रों में एक है बड़ा भाई. एक पैर को बचपन में पोलियो हो जाने से वे अपाहिज थे. അബ്രാദ് കഹാനിയിലെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒരാളാണ് ബഡാബായി. അദ്ദേഹത്തിൻ്റെ ഒരു കാലിൽ ചെറുപ്പത്തിൽ തന്നെ കുട്ടിക്കാലത്തിൽ തന്നെ പോളിയോ ബാധിച്ചതുകൊണ്ട് അദ്ദേഹം ഹാൻഡിക്യാപ്ഡ് ആയിരുന്നു, അംഗവൈകല്യമുള്ള ആളായിരുന്നു. अपाहिज होने पर भी खेलकूद में बड़ा तत्परता रखता था. ഹാൻഡിക്യാപ്ഡ് ആയിട്ട് പോലും അദ്ദേഹം ഗെയിംസിലൊക്കെ സ്പോർട്സിലൊക്കെ വളരെ അധികം ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. തത്പരത, ഇൻട്രസ്റ്റ്. വ ആസ്പാസ് കെ സബി ഗാവോ മേ സബ്സെ അച്ഛാ തൈറാഗ് ഥ. അടുത്തുള്ള എല്ലാ ഗ്രാമങ്ങളിലും വെച്ച് ഏറ്റവും നല്ല സ്വിമ്മർ ആയിരുന്നു. ഹാത്ത് കി പഞ്ചോ കി ലഡായി മേ ബഹുത് നിപുൺ ഥ. മൽപിടുത്തത്തിൽ വളരെ നൈപുണ്യമുള്ള ആളായിരുന്നു. ഖഡബൽ ജैसे खेल अच्छी तरह खेलता था. കുട്ടിയും കോലും ഖഡബല് വളരെ നന്നായിട്ട് കളിക്കുമായിരുന്നു. खेल में विजय होने पर अति प्रसन्न होना उनका स्वभाव था. ഓരോ ഗെയിംസ് ജയിക്കുമ്പോഴും അതിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. छोटे भाई की और बड़े भाई के दिल में बहुत हमदर्दी और वात्सल्य था. ഈ ലേഖകനെ പ്രതി, ഛോട്ടെ ബായിയെ പ്രതി ബഡേ ബായിക്ക് വളരെയധികം സഹാനുഭൂതിയും അതുപോലെ തന്നെ വാത്സല്യവും ഉണ്ടായിരുന്നു. बड़े भाई के चरित्र में दया, उदारता और मदद करने का स्वभाव भी हम देख सकते हैं. बड़े ഭായിയുടെ ക്യാരക്ടറിൽ ദയ, ഉദാരത അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വ ബഹുത് ക്ഷമാശീൽ ഥ. വളരെയധികം ക്ഷമാശീലമുള്ള ഒരു വ്യക്തിയായിരുന്നു. छोटे भाई के लिए वह एक संरक्षक की तरह था. छोटे भाई के कारण जितने भी खेल हार जाए वह कभी अपने भाई पर गुस्सा नहीं करता था. छोटे ഭായിയെ പ്രതിയുള്ള അദ്ദേഹത്തിന്റെ റോള് ഒരു സംരക്ഷകനെ പോലെയായിരുന്നു. छोटे ഭായി കാരണം എത്ര ഗെയിം തോറ്റുപോയാലും छोटे ഭായിയോട് ദേഷ്യം കാണിക്കാറില്ല. ഗുസ്സ കർണ, ദേഷ്യം കാണിക്കുക. भाईचारे में ईमानदार था. ശത്രുത മനോഭാവ് ഉസ്കെ ചരിത്ര പർ കഭി ഭി ഹം നഹി ദേഖ് സക്തെ. ഒരു ഫ്രട്ടേണിറ്റി അല്ലെങ്കിൽ ബ്രദേഴ്സ് തമ്മിലുള്ള റിലേഷനിൽ വളരെയധികം ഓണസ്റ്റ് ആയിരുന്നു, സിൻസിയർ ആയിരുന്നു ഈ ബഡേ ഭായി. അതുപോലെ തന്നെ ശത്രുത മനോഭാവം അദ്ദേഹത്തിന്റെ മനസ്സിൽ കാണാനേ സാധിക്കില്ല. വ ദേവതാവും കി തര ബഹുത് സുന്ദർ ഥ. ദേവന്മാരെ പോലെയുള്ള സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഉസ്കി സുന്ദർത ശരീർ മേ ഹി നഹി മൻ മേ ഭി ഥി. ആ സൗന്ദര്യം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഉണ്ടായിരുന്നു. ത്യാഗ്, ക്ഷമ ആദി വിശിഷ്ട ഗുൺ ബഡേ ഭായി മേ ഹെ. ത്യാഗം, ക്ഷമ തുടങ്ങിയ വിശിഷ്ടമായ ഗുണം ബഡേ ഭായിയിലുണ്ട്. ദോസ്താന, സഹാനുഭൂതി ആദി चारित्रिक विशेषताओं से भी बड़े भाई हमें आकर्षित करते हैं. ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ സഹാനുഭൂതി തുടങ്ങിയ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് കൊണ്ടും ബഡേ ഭായി നമ്മളെ ആകർഷിക്കുന്നു. तो इस अपराध के लिए मुझे क्षमा कौन कर सकता है. पश्चाताप से विवश छोटा भाई सालों बाद क्षमा मांगते हुए अपने बड़े भाई को पत्र लिखता है. वह पत्र लिखे. അപ്പം ഈ കുറ്റബോധം കാരണം, പശ്ചാത്താപം കാരണം ഛോട്ടാ ഭായി ബഡേ ഭായിക്ക് ലെറ്റർ എഴുതിയിട്ട്, ഒരു പത്രം എഴുതിയിട്ട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് ഇമാജിൻ ചെയ്യുക. എന്നിട്ട് ആ ലെറ്റർ എഴുതാണ് വേണ്ടത്.
प्रिय भैया, आप कैसे हैं? आशा करता हूँ कि वहाँ सब कुशल मंगल है. भाभी और बच्चे सभी खुश है ना. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ. എല്ലാ ലെറ്ററിലും നമ്മൾ വെക്കുന്നത് പോലെ തന്നെ. ഭയ്യ സുഖമായിരിക്കുന്നു, എല്ലാവർക്കും അവിടെ സുഖമെന്ന് കരുതുന്നു. ഭാവിയും മക്കളും എല്ലാം സുഖമായിരിക്കുന്നില്ലേ? आज मैं आपसे माफ़ी मांगने के लिए यह पत्र लिख रहा हूँ. मैं आपसे कहना चाहता हूँ कि मैं अपने बचपन की उस गलती के लिए कितना शर्मिंदा हूँ. ഇതിലെ സെക്കൻഡ് സെൻറ്റൻസിലാണ് കേട്ടോ മേ ഉള്ളത്. ആ ഫുൾ സ്റ്റോപ്പിൻ്റെ ഇപ്പുറത്ത് വന്നുപോയി. അത് നെക്സ്റ്റ് സെൻറ്റൻസിലുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടന് ഈ കത്തെഴുതുന്നത് ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ആ തെറ്റിന് വേണ്ടി ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ എനിക്ക് ഇന്നും കുറ്റബോധമുണ്ട്. ആപ് ഹമേഷ മേരെ സാത്തി തഥാ രക്ഷക് ബൻകർ ഹർ ഖേൽ മേ മേരാ സാത്ത് ദേത്തെ थे. ജ്യേഷ്ഠൻ എന്നും എൻ്റെ പാർട്ട്ണർ അതുപോലെ തന്നെ എൻ്റെ രക്ഷകൻ ആയിട്ട് എന്നെ എല്ലാ ഗെയിംസിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മഗർ ഉസ് ദിൻ ഖഡബൽ खेलने में आप इतने व्यस्त हो गए थे कि जोश में आप मुझे भूल ही गए. എന്നാൽ അന്ന് ഖഡബല് കളിക്കുന്നതിൽ ജ്യേഷ്ഠൻ മുഴുകിപ്പോയി. അന്ന് എന്നെ മറന്നുപോയി. मुझे पहली बार ऐसा लगा कि हमारे बीच का बंधन टूट गया है. पहली बार मैंने खुद को इतना अकेला महसूस किया. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയ്ക്കും ഒറ്റയ്ക്കായി എന്ന് തോന്നിയത്. നമ്മളുടെ ഇടയിലുള്ള ആ ബന്ധം മുറിഞ്ഞു പോയി എന്ന് എനിക്ക് തോന്നിയത്. इसके कारण मेरे मन में आपके प्रति ईर्ष्या उभर आई. ഇതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനെ പ്രതി എൻ്റെ മനസ്സിൽ അസൂയ ഉണ്ടായി. मैं इस सोच में पड़ा ही था तब अचानक वह खडब्बल मेरे सर पर आकर जोर से लगा. ഞാനിത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഖഡബ്ബൽ എൻ്റെ തലയിൽ വന്നടിച്ചു. मुझे उस दिन एक मौका मिला कि मैं अपना गुस्सा आप पर उतार दूं. इसलिए मैंने माँ बाप से झूठ बोला कि आपके कारण मुझे चोट लगी है. അന്ന് എനിക്കൊരു ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എൻ്റെ ദേഷ്യം തീർക്കാനായിട്ട്, ചേട്ടൻ്റെ മേലെ എൻ്റെ ദേഷ്യം തീർക്കാനായിട്ട്. അതുകൊണ്ടാണ് അന്ന് ഞാൻ അമ്മയോടും അച്ഛനോടും കള്ളം പറഞ്ഞത്, നുണ പറഞ്ഞത്. ചേട്ടൻ കാരണമാണ് എനിക്ക് മുറിവ് പറ്റിയതെന്ന്. ഉസ് ദിൻ ആപ്കോ കിത്ന ദർദ് സഹനാ പടാ, ആപ് കിത്ന റോയേ ഥേ. അന്ന് ചേട്ടന് എത്രത്തോളം വേദനയാണ് സഹിക്കേണ്ടി വന്നത്. ചേട്ടൻ അന്ന് എത്രയാണ് കരഞ്ഞത്. मैं अपने उस गलती के लिए शर्मिंदा हूँ. मैं अपनी गलती सुधारना चाहता था लेकिन दंड मिलने के डर से सच का खुलासा कर नहीं पाया. मुझे माफ कर दीजिए भैया. ഞാൻ ഇന്നും ആ തെറ്റിൽ പശ്ചാത്തപിക്കുന്നു. ഞാൻ അന്ന് എൻ്റെ തെറ്റ് തിരുത്തണമെന്ന് കരുതിയതാണ്. പക്ഷെ പണിഷ്മെന്റ് കിട്ടുമെന്ന് പേടിച്ച്, ദണ്ഡ് മിൽന പണിഷ്മെന്റ് കിട്ടുക, അന്ന് അത് തുറന്ന് പറയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഖുലാസ കർണ, റിവീൽ ചെയ്യുക, തുറന്നു പറയുക. എന്നോട് ക്ഷമിക്കണമേ. आप बहुत अच्छे हैं भैया. ഭഗവാൻ करे सबको आप जैसा भाई मिले. ജ്യേഷ്ഠൻ വളരെ നല്ലൊരു വ്യക്തിയാണ്. ഈശ്വരൻ എല്ലാവർക്കും ജ്യേഷ്ഠനെ പോലെ തന്നെയുള്ള ഒരു ഭായിയെ നൽകട്ടെ. आप इतने अच्छे हैं कि आपने मुझसे इस विषय में कोई नाराजगी नहीं ജതായി എന്നാണ് കേട്ടോ. ചേട്ടൻ ഇത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ്. എന്തെന്നാൽ ആ കാര്യത്തെക്കുറിച്ച് ഒരിക്കലും എന്നോട് ദേഷ്യപ്പെടുകയോ പിണങ്ങുകയോ ഒന്നും ജ്യേഷ്ഠൻ ചെയ്തിട്ടില്ല. നാരാസ് ഹോന, ദേഷ്യപ്പെടുക. मैं जानता हूँ कि आप पुरानी बातों को भूल चुके हैं, मगर जब तक आप मुझसे कहेंगे नहीं कि आपने मुझे माफ़ कर दिया है तब तक मुझे शांति नहीं मिलेगी. എനിക്കറിയാം ജ്യേഷ്ഠൻ പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നുപോയി എന്ന്. എന്നാലും എന്നോട് ക്ഷമിച്ചു എന്ന് പറയുന്നത് വരെ എനിക്ക് ശാന്തി ലഭിക്കില്ല. कृपया आप इस पत्र के जवाब में यह ज़रूर लिखिएगा कि आपने मुझे माफ़ कर दिया है. ഈ ലെറ്ററിൻ്റെ റിപ്ലൈയിൽ എന്നോട് ക്ഷമിച്ചു എന്ന് പറയണേ. आपका भाई उदय प्रकाश, हस्ताक्षर. मेरी स्मृति में जब भी वे आंखें जाग उठती है मेरी पूरी चेतना ग्लानि, बेचैनी और अपराध बोध से भर उठती है. यह छोटे भाई की प्रायश्चित भरी वाणी है. अवश्य ही आपको या आपके परिचित को ऐसा कोई अनुभव हुआ होगा. उस अनुभव का वर्णन करें. ഇവിടെ ഉദയപ്രകാശ് റൈറ്റർ വിവരിച്ചിട്ടുള്ളതുപോലെ
ഒരു സംഭവം നിങ്ങൾക്കോ നിങ്ങളുടെ പരിചയത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനുഭവത്തെക്കുറിച്ച് എഴുതാനാണ് പറയുന്നത്. മുझसे भी बचपन में एक ऐसा अपराध हुआ था. ഞാനും കുട്ടിക്കാലത്ത് ഇതുപോലെ ഒരു അപരാധം ചെയ്തിട്ടുണ്ട്. मैं अपनी दीदी से 5 साल छोटी हूँ. माँ हम दोनों से हमेशा कहती थी कि नहाते वक्त ज़्यादा नाचना गाना मत करो. ഞാൻ എൻ്റെ ചേച്ചിയിൽ നിന്നും 5 വയസ്സ് ഇളയതാണ്. അമ്മ എപ്പോഴും പറയാറുണ്ട് കുളിക്കാനായിട്ട് പോകുമ്പോൾ അധികം പാട്ടുപാടി ഡാൻസ് ഒന്നും കളിക്കരുത് എന്ന്. അഗർ पैर फिसल गया तो गिर जाओगी. എങ്ങാനും കാല് വഴുക്കി കഴിഞ്ഞാൽ വീഴും. एक दिन जब माँ पापा बाहर गए थे तो मेरी पूरी जिम्मेदारी दीदी पर थी. ഒരു ദിവസം അമ്മയും അച്ഛനും കൂടി പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ മൊത്തം റെസ്പോൺസിബിലിറ്റി ചേച്ചിക്കായിരുന്നു. मैं नहाने गई थी तब दीदी ने मुझे नाचने से मना कर दिया था. ഞാൻ കുളിക്കാനായിട്ട് പോയി. അപ്പോൾ ചേച്ചി എന്നോട് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിലക്കിയിട്ടുണ്ടായിരുന്നു. पर मुझे नाचने का शौक था तो मैं गाना गाते നാച്ചനെ ലഗി. എന്നാൽ എനിക്ക് ഡാൻസ് കളിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പാട്ടും പാടിക്കൊണ്ട് അങ്ങ് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. മേരാ पैर फिसल गया, सर नल से टकराया और खून बहने लगा. ഞാൻ എൻ്റെ കാല് വഴുക്കി, ഞാൻ താഴെ വീണു. തല നൽ പൈപ്പിൽ ഇടിച്ചു, എന്നിട്ട് ബ്ലഡ് വരാനായിട്ട് തുടങ്ങി. നൽ भी टूट गया था, പൈപ്പും പൊട്ടി. जब माँ वापस आई तो दीदी को बहुत मार पड़ी क्योंकि जब उन्होंने मुझसे पूछा कि यह चोट कैसे लगी तो मैंने बताया कि मैं कुर्सी से गिर गई थी. അന്ന് ചേച്ചിക്ക് ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ എന്നോട് അമ്മ എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുർസി ചെയറിൽ നിന്നും താഴേക്ക് വീണതാണ് എന്ന്. जब नल टूटने का कारण पूछा तो मैंने कह दिया कि दीदी नहाते वक्त नाच रही थी और फिसल कर गिर गई. അപ്പോൾ പൈപ്പ് എങ്ങനെയാണ് പൊട്ടിയതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ദീദിയാണ് കുളിക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നത്, വഴുക്കി വീണു, എന്നിട്ട് ഈ പൈപ്പിൽ ഇടിച്ചിട്ടാണ് പൈപ്പ് പൊട്ടിയതെന്ന്. माँ उस वक्त बहुत गुस्से में थी, उन्हें यह पता नहीं चला कि मैंने झूठ बोला. അന്നാണെങ്കിൽ അമ്മ ഒരുപാട് ദേഷ്യത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനാണ് കള്ളം പറയുന്നതെന്ന് അമ്മയ്ക്ക് മനസ്സിലായില്ല. दीदी को नहाते वक्त नाचने की आदत थी इसलिए माँ उसे पीटने लगी. ചേച്ചിക്കാണ് എപ്പോഴും കുളിക്കുന്ന സമയത്ത് ഈ ഡാൻസ് കളിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു, ഒരു ആദത്ത് എന്ന് പറഞ്ഞൊരു ശീലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ചേച്ചിയെ അടിക്കാനായിട്ട് തുടങ്ങി. മാ കാ ഗുസ്സ ദീദി പർ ടൂട്ട് പട. അമ്മയുടെ ദേഷ്യം മൊത്തം ചേച്ചിയിൽ തീർത്തു. ഉൻകെ ഗുസ്സെ കെ ദോ കാരൺ थे. അമ്മയ്ക്ക് ദേഷ്യം വരാനായിട്ട് 2 കാരണം ഉണ്ടായിരുന്നു. एक दीदी द्वारा मेरा ठीक से ध्यान न रखना, दूसरा मना करने के बावजूद नाचना और नल तोड़ देना. ഫസ്റ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ എന്നെ പ്രോപ്പറായിട്ട് കെയർ ചെയ്തില്ല. സെക്കൻഡ് റീസൺ വിലക്കിയതിന് പുറമെ ആ ബാത്റൂമിൽ ഡാൻസും കളിച്ച് പൈപ്പും പൊട്ടിച്ചു. उस दिन अगर मैं सच बोल देती तो छोटी होने के कारण शायद माँ मुझे छोड़ देती. അന്ന് ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ചെറിയ കുട്ടി ആയതുകൊണ്ട് അമ്മ എന്നെ വെറുതെ വിട്ടേനെ. मगर डर के कारण मैंने कुछ नहीं बोला और बेचारी दीदी को मार पड़ी എന്നുള്ളൂട്ടാ. എന്നാൽ പേടി കാരണം ഞാൻ സത്യം പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് അടി കിട്ടി. सच माँ के सामने था मगर उन्हें वह दिखाई नहीं दिया. वह गुस्से में इतनी अंधी हो गई थी कि अपना सारा गुस्सा बेचारी दीदी पर निकाल दिया. मैं अपनी गलती के लिए आज भी खुद को क्षमा नहीं कर पाई हूँ. ദേഷ്യം കാരണമാണ് അമ്മയ്ക്ക് മുന്നിലുള്ള സത്യം മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ദേഷ്യം ചേച്ചിയുടെ മേലെ തീർത്തു. ഇന്നും ആ തെറ്റിൽ എനിക്ക് കുറ്റബോധമുണ്ട്. ഇന്നും അതിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു.